ഭൂമി തരം മാറ്റം അദാലത്ത് സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അവസാനത്തോടെ 2022 ആദ്യത്തോടെ നമുക്ക് ഓൺലൈനായി അപേക്ഷകൾ സ്വീകരിക്കാമെന്ന ഒരാശയത്തിൽ നമ്മൾ പരിഗണിച്ചു. കേരളത്തിലെ റവന്യൂ വകുപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഓൺലൈനായി മാറുന്നതിൻ്റെ ഭാഗമായി ഓൺലൈനായി തന്നെ തരംമാറ്റ പ്രക്രിയയും ഉണ്ടായാൽ അതിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള മുൻഗണനാക്രമങ്ങൾക്ക് മാറ്റമുണ്ടാകില്ല എന്ന് ഓർമ്മിച്ച് ഏറ്റവും ഗൗരവമായി സുതാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഓൺലൈനിലേക്ക് നമ്മൾ അപേക്ഷകൾ മാറുന്നത്. ഓൺലൈനിലേക്ക് അപേക്ഷകൾ മാറിയപ്പോൾ 6,51,443 അപേക്ഷകൾ വരെ ഈ നിമിഷം വരെ സംസ്ഥാനം ഓൺലൈനായി